സ്റ്റാർ ബ്രേക്കിംഗ്. സോഷ്യൽ മീഡിയ താരത്തെ ഒപ്പം ചേർത്തുകൊണ്ട് കേരളത്തിലേക്ക് ലഹരി കടത്തിയ പ്രതിക്ക് രാജ്യാന്തര ബന്ധങ്ങളുണ്ടെന്നാണ് സൂചന. കേസിലെ പ്രതിയായ ഷെഫീഖ് രാജ്യാന്തര കോളുകൾ വിളിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഷെഫീഖും ഈ സോഷ്യൽ മീഡിയ താരമായ ഫാത്തിമ നസ്രിനും കേരളത്തിലേക്ക് ലഹരി കടത്തിയത് എസ്കോർട്ട് സഹായത്തോടു കൂടിയാണെന്നുള്ള സംശയം പോലീസിനുണ്ട്. ഇതിനായി ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട വാഹനം ഉപയോഗിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒരു പ്രതികരണം കൂടി കേൾക്കാം. നമുക്ക് കൈ കിട്ടിയ പ്രതികൾ ചോദ്യം ചെയ്യുന്ന പറഞ്ഞിരിക്കുന്ന കാര്യം രാജസ്ഥാനിൽ നിന്നാണെന്ന് മാത്രമാണ്. പക്ഷെ അതിൻ്റെ ബാക്കി തുടരന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ നമുക്കിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. പ്രാഥമികമായി നമുക്ക് ചെയ്യാൻ സാവകാശം കിട്ടിയിട്ടില്ല. കാരണം പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. തുടർന്നുള്ള അന്വേഷണത്തിൽ അത് നമ്മൾ അന്വേഷിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് രാജസ്ഥാനിലാണെങ്കിൽ രാജസ്ഥാൻ വരെ പോയിരിക്കും. പ്രതികളുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്തിയിരിക്കും. ഇൻസ്റ്റാഗ്രാമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ചെയ്യുന്ന റീൽസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പിന്നെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര പോകാറുണ്ട്. അപ്പോൾ ഇവരായിട്ട് പരിചയമുണ്ട്, റീൽസ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയാണോ പോയത് എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിന് അങ്ങനെ ചോദിച്ചിട്ട് പോലും ഒരു മറുപടി നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇനി നമുക്കത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്ന ഒരു ഭാഗമാണത്. ഷഹദ് റഹ്മാനുണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. ഷഹദ്, കിലോ കണക്കിന് MDMA ആണ്, കോടിക്കണക്കിന് രൂപയുടെ MDMA രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് കടത്തിക്കൊണ്ടുവന്നത്. കേരളമാകെ വിതരണം ചെയ്യാനുള്ളതായിരുന്നു. ഇതിൽ ഈ ഒരു കേസിൽ ഈ സോഷ്യൽ മീഡിയ താരത്തിന്റെ ഒരു പങ്കെന്താണ്? അതോടൊപ്പം ഈ ഷെഫീഖ് ഒരു ചെറിയ മീനല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അന്വേഷണം പലപ്പോഴും സംഭവിക്കുന്നതാണ്, ഈ അന്വേഷണം പാതി വഴിയിൽ നിർത്തുക എന്നുള്ളത്. ഇതിപ്പോൾ ഉറവിടം തേടി പോകുമെന്നുള്ള ഈ വാക്ക് നമുക്ക് വിശ്വസിക്കാമോ? അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കാണോ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായിട്ടും ഇതിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധം അന്വേഷിക്കാൻ എന്തായാലും എക്സൈസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കോഴിക്കോട്ടെ എക്സൈസ് സംഘം ആ ഉറവിടത്തിൽ പോയി അവിടെയുള്ള ആളുകളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഫാത്തിമ നസ്രീനും ഒപ്പം തന്നെ ഈ ഷെഫീഖും ഉൾപ്പെട്ട കേസിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 3 കിലോ അതുപോലെ തന്നെ 312 ഗ്രാം MDMA ആണ് ഇവർ രാജസ്ഥാനിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ ഇനി തുടരന്വേഷണം അത് എക്സൈസിനെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയാണ്. കാരണം ഇവർ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സഹകരണവും അന്വേഷണ സംഘത്തോട് നടത്തിയിട്ടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. കാരണം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടില്ല. മാത്രമല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഈ ഫാത്തിമ നസ്രീൻ അവരുടെ പങ്ക് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളതാണ്. കാരണം ഈ പെൺകുട്ടിയും ഈ സംഘത്തിനൊപ്പം പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനം ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ലഹരി കടത്തിയത് എന്നുള്ളതാണ്. ഇവർ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാടകയ്ക്കെടുത്ത കാർ ഉപയോഗിച്ചാണ് തങ്ങൾ പോയതെന്നും വന്നതെന്നുമാണ്. എന്നാൽ അങ്ങനെയല്ല, ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാർ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിൽ ഈ MDMA കടത്തിയത് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇവർക്ക് ഓരോ ഘട്ടങ്ങളിലും എസ്കോർട്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരവും ഇപ്പോൾ എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒളവണ്ണ ടോൾ പ്ലാസയിൽ അവർ പണം അത് ഓൺലൈനായിട്ട് പണം അടയ്ക്കാതെ പറിച്ച് കയ്യിൽ പണം കൊടുത്തുകൊണ്ടാണ് അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഇടപാടുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയുടെ പേരിലാണ്. അതായത് ബാങ്ക് അക്കൗണ്ടിൽ ഡീറ്റെയിൽസ് പോലും അന്വേഷണ സംഘത്തിന് ലഭിക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിൽ തമിഴ്നാട് സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയുടെ അക്കൗണ്ട് വഴി വലിയ തുക കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ ലഹരി കടത്തിയിട്ടുള്ളത്. ഷെഫീഖിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ ലഹരി കടത്തിയ കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒളിവിലൊക്കെ കഴിഞ്ഞു വരികയാണ്. അതിനിടയിലാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഫാത്തിമ നസ്രീനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ലഹരി കടത്താനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് പാതി വഴിയിൽ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. അടുത്ത ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി ഷഹദ്, നമ്മൾ ആലോചിക്കേണ്ട എത്ര നാളുകളായി ഇവർ ഇത്തരത്തിലുള്ള ലഹരിക്കടത്ത് നടത്തുന്നുണ്ടാവും? കേരളത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് എത്രയെത്ര ചെറുപ്പക്കാരിലേക്ക് ഈ ലഹരി എത്തിച്ചിട്ടുണ്ടാകും? നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അടുത്ത കാലത്തായി നമ്മൾ കേൾക്കുന്ന ഒട്ടുമിക്ക എല്ലാ ക്രിമിനൽ പ്രവർത്തികളുടെയും പിന്നിൽ ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗമുണ്ട്. എത്ര വലിയ സൗകര്യങ്ങളാണ് ഇവർക്കുള്ളതെന്ന് കൂടി ആലോചിക്കണം. അവരുടെ വാഹന സൗകര്യം, അതോടൊപ്പം വഴിനീളെ സഹായിക്കാൻ ആളുകളാണ്, അന്താരാഷ്ട്ര ബന്ധങ്ങളാണ്. അപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ ഉറവിടത്തിൽ ചെന്ന് ഈ ലഹരി മാഫിയയെ പൂർണ്ണമായും പൂട്ടിക്കെട്ടുന്നതിനുള്ളൊരു നിലപാട്, ഒരു സമീപനം, അത്തരത്തിലുള്ള നടപടികളാണ് പോലീസിൻ്റെ എക്സൈസ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.